ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആയിരുന്നു ആ അപ്ഡേറ്റിൽ പറയുന്നുണ്ടായിരുന്നത്. കുറച്ച് പേർക്ക് ആ ഒരു അപ്ഡേറ്റ് വന്ന ശേഷമുള്ളൊരു ഡൗട്ട്, ജനസേവകർ അല്ലെങ്കിൽ ഗ്രാമസേവകർ കാറ്റഗറിക്ക് ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ലയോ എന്നായിരുന്നു. അപ്പോൾ ഞാനത് അറിയാനായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കമൻസൊക്കെ കണ്ടായിരുന്നു. അതുപോലെ അറിഞ്ഞത് വെച്ചിട്ട് ചില ആളുകൾ വിളിച്ച സമയത്ത് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകളോട് അതുപോലെ അറിയാൻ കഴിഞ്ഞ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒന്നും തന്നെ നമുക്ക് കൺഫേം ചെയ്തിട്ട് പറയാനായിട്ട് പറ്റില്ല. അവരുടെ സൈറ്റിൽ, അതായത് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അവർ സൈറ്റിൽ ഗ്രാമസേവകർ ഇൻ്റർവ്യൂവിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ അത് അപ്പം തന്നെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളാനാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കറിയില്ല കറക്റ്റായിട്ട്. അവർ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നവരെ എന്തായാലും എല്ലാവരും ടൈം വേസ്റ്റ് ചെയ്യാതെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് സൈറ്റിൽ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇൻ്റർവ്യൂ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ജനമൈത്രി അഗ്രികൾച്ചറൽ സൊസൈറ്റി ബ്രാഞ്ച് തല ജീവനക്കാരെ അതാത് ബ്രാഞ്ച് ആരംഭിക്കുന്നതിന് 90 ദിവസം മുമ്പ് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ ബ്രാഞ്ചും ആരംഭിക്കുന്നതിന് 90 ദിവസം മുമ്പാണ് ബ്രാഞ്ച് തല ജീവനക്കാരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നത്. ഗ്രാമസേവകരുടെ ലിസ്റ്റിൽ വരുന്നവരെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിനു ശേഷം അതാത് ഏരിയയിൽ നിയമിക്കുന്നതാണ്. ഇവരുടെ കൺട്രോൾ അതാത് ജില്ലയിലെ ഒരു ബ്രാഞ്ചിനായിരിക്കും. തുടർന്ന് നിയുക്ത ബ്രാഞ്ച് ആരംഭിക്കുന്ന സമയത്ത് ഇവരെ ആ ബ്രാഞ്ചിലേക്ക് മാറ്റി നിയമിക്കുന്നതാണ്. അപ്പോൾ പറയുന്നത് പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഗ്രാമസേവകരുടെ നിയമനം നടക്കുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഗ്രാമസേവകരുടെ നിയമനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ പറയുന്നൊരു കാര്യം, 10/4/2024 ബുധനാഴ്ച 5 മണിവരെ മാത്രമേ ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറാൻ അവസരം ലഭിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറാനായിട്ട് നോക്കിയവരെല്ലാം മാറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയുന്നത്, ഗ്രാമസേവകരായി മാറിയാലും അങ്ങനെ മാറിയവർ ഏത് കാറ്റഗറിയിൽ നിന്നാണോ മാറിയത് ആ കാറ്റഗറിയിൽ ഒഴിവ് വന്നാൽ ഗ്രാമസേവകർക്കായിരിക്കും മുൻഗണന. എന്നാൽ ലിസ്റ്റിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. പിന്നീട് ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിയമനത്തിന് നിലവിലുള്ള മാർക്കല്ല മാനദണ്ഡം. ഇൻ്റർവ്യൂവിന് 20 മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡാണ് നിയമന ശുപാർശ സെൻട്രൽ രജിസ്ട്രാർക്ക് കൈമാറുന്നത് എന്നും പറയുന്നുണ്ട്. അതായത് നിലവിലിപ്പോൾ എക്സാമിന് കിട്ടിയ മാർക്കല്ല നിയമനത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് 20 മാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ ആ മാർക്കും കൂടെ ചേർന്നാണ് നിയമനത്തിന് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡാണ് നിയമന ശുപാർശ സെൻട്രൽ രജിസ്ട്രാർക്ക് കൈമാറുന്നതുമെന്ന് പറയുന്നുണ്ട്. നിലവിലുള്ള ലിസ്റ്റിൽ ഗ്രാമസേവകരായി കാറ്റഗറി മാറിയവരുടെ പേര് ഒഴിവാക്കിയും പരീക്ഷ പാസ്സായി ലിസ്റ്റിൽ വരാത്തവരുടെ ഉൾപ്പെടുത്തിയുമുള്ള അവസാന ലിസ്റ്റ് 12/4/2024 ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ഗ്രാമസേവകരായിട്ട് കാറ്റഗറി മാറാനുള്ളൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറിയവരുടെ പേര് ഒഴിവാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റും അതുപോലെ പരീക്ഷ പാസ്സായി ലിസ്റ്റിൽ വരാത്തവരുടെ ലിസ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു ലാസ്റ്റ് ലിസ്റ്റ് അവർ 12-ാം തീയതിക്ക് ശേഷം, ഏപ്രിൽ 12-ാം തീയതിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ്. ടോട്ടൽ 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഘട്ടം 1 ഓൺലൈനായിട്ട് എഴുതിയ പരീക്ഷയിൽ 40% ചോദ്യം വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുന്നു. അതുപോലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സംസാരം, ഇടപെടൽ എന്നിവയിലൂടെയുള്ള സ്മാർട്ട്നെസ്. അപ്പോൾ ഘട്ടം 1 നോക്കുന്നത് അവർ നമുക്ക് എക്സാമിനുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ 40% ചോദ്യം വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എക്സാമിന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒരു PDF മെറ്റീരിയൽ, അത് തന്നെ നല്ലപോലെ വായിച്ചാൽ, നല്ലപോലെ നോക്കിയാൽ മതിയാവും. പിന്നീട് നമ്മുടെ സംസാരം, ഇടപെടൽ അതൊക്കെ ഇതിൽ നോക്കുന്നുണ്ട്. ഘട്ടം 2 എന്ന് പറയുന്നത് അപേക്ഷകന്റെ ജില്ല, നിയോജക മണ്ഡലം, പ്രദേശത്തെ സഹകരണ സംഘങ്ങളെക്കുറിച്ച് അവയുടെ പ്രവർത്തന രീതി, ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വിഷയങ്ങൾ,
ജില്ലയിലെ സാമൂഹിക രാഷ്ട്രീയ സാധാരണ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതായത് ഘട്ടം 2 ജില്ലയെക്കുറിച്ചും നമ്മുടെ ജില്ല ഏതാണ്, അതുപോലെ നിയോജക മണ്ഡലത്തെക്കുറിച്ച്, അവിടെയുള്ള സഹകരണ സംഘങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച്, സാമൂഹിക രാഷ്ട്രീയ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, സാമൂഹിക ആവശ്യങ്ങൾ, അതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഘട്ടം 2 ഉണ്ടാവുന്നത്. ഘട്ടം 3 വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പ്രായം, പരീക്ഷയിലെ മാർക്ക്, സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം, കേസുകൾ, ജനങ്ങളുമായുള്ള ഇടപെടൽ, സാമൂഹിക ബന്ധം, സാമ്പത്തിക അവസ്ഥകൾ തുടങ്ങി കുടുംബ പശ്ചാത്തലമടക്കമുള്ള വിഷയങ്ങൾ. അതായത് ഘട്ടം 3 വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, അതുപോലെ പ്രായം, പരീക്ഷയിലെ മാർക്ക്, അതെല്ലാം തന്നെ ഈ ഒരു ഘട്ടം 3 നോക്കുന്നുണ്ടാവുക. അതുപോലെ ജോലി ലഭിച്ചാൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സൊസൈറ്റി പ്രവർത്തനവും ഇതിലേക്ക് വേണ്ടിയുള്ള മൂലധന നിക്ഷേപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടടക്കമുള്ള വിഷയങ്ങളിലെ പ്രാവീണ്യവും അവർ ഈ ഒരു ഘട്ടത്തിലായിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നീട് ഘട്ടം 4 ഘട്ടം 4 തിരഞ്ഞെടുക്കപ്പെട്ടാൽ എടുക്കാവുന്ന ഷെയറുകളുടെ എണ്ണം, ബാങ്ക് ഡെപ്പോസിറ്റ്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ധനസമാഹരണ സ്ഥിതിയിലുള്ള കാഴ്ചപ്പാട്, കഴിവ്, എന്താണ് സഹകരണ ബാങ്ക്, എവിടെ നിന്നാണ് ഫണ്ടുകൾ, എങ്ങനെയാണ് ശമ്പളം, ആരാണ് ബാങ്കിൻ്റെ പ്രധാനികൾ തുടങ്ങിയവ അടക്കമുള്ള ചോദ്യങ്ങളാണ് ഘട്ടം 4 ഉണ്ടാവുക. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഘട്ടങ്ങളിലെ ചോദ്യങ്ങളിലെ കുറേയൊക്കെ നമുക്ക് തന്നിട്ടുള്ള PDF മെറ്റീരിയലിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് നല്ലപോലെ ഒന്ന് നോക്കുക. അത് നല്ലപോലെ നോക്കി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ജില്ല, നിയോജക മണ്ഡലം, അവിടെയുള്ള സഹകരണ സംഘങ്ങളെക്കുറിച്ചുമൊക്കെ നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അവർ സൈറ്റിൽ തന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ അത് മാത്രമല്ല, ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറിയവരുടെ പേര് ഒഴിവാക്കിയിട്ടുള്ള, അതായത് വേറെ ലിസ്റ്റിൽ നിന്നും പേര് അവരുടെ ഒഴിവാക്കിയിട്ടുള്ള പുതിയ ലിസ്റ്റും, അതുപോലെ പരീക്ഷ പാസ്സായിട്ട് ലിസ്റ്റിൽ വരാത്തവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റുമൊക്കെ അവർ 12-ാം തീയതിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രാമസേവകരായിട്ട് മാറിയിട്ടുള്ള ആളുകളും, അതുപോലെ പരീക്ഷ പാസ്സായിട്ടും ലിസ്റ്റിൽ വരാത്ത ആളുകളും, ലിസ്റ്റിൽ ഓൾറെഡി ഉള്ള ആളുകളും എല്ലാവരും നല്ലപോലെ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി അപ്ഡേറ്റ്സ് അവർ സൈറ്റിൽ അറിയിക്കുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.